കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കോതമംഗലം രൂപതയിലെ നെടിയശാല സെയിൻറ് മേരീസ് പള്ളി. ഒരിക്കലും വറ്റാത്ത മാതാവിൻ്റെ അത്ഭുത കിണർ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 1941 വിശുദ്ധ കുർബാന മധ്യേ ഫാദർ ലൂക്കാച്ചൻ കല്ലിങ്കൽ എന്ന വൈദികന് മാതാവിൻ്റെ ദർശനമുണ്ടാവുകയും വിശുദ്ധ കുർബാന പാതി വഴിയിൽ നിർത്തി വിശ്വാസികളെയും കൂട്ടി ദേവാലയത്തിന് പുറത്ത് കിണർ കുഴിച്ചപ്പോൾ കണ്ടത് അത്ഭുതകരമായൊരു നീരുറവ. ഈ കിണർ പിന്നീട് വറ്റാത്ത കിണറായി മാറിയത്രേ. മാതാവിൻ്റെ അത്ഭുത കിണർ കാണാൻ നിരവധി വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാണാം ആ നീരുറവയുടെ കൂടുതൽ വിശേഷങ്ങൾ. എൻ്റെ പേര് ഫാദർ ജോസഫ് അത്തിക്കൽ. ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനാണ്. 1025 വർഷം പഴക്കമുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് നെടിയശാലയുടേത്. മർത്തുമറിയത്തിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം കാലാകാലങ്ങളായി അനേകർക്ക് ദൈവിക സാന്ത്വനവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നൽകി നിലകൊള്ളുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ദേവാലയം ഈ പ്രദേശത്തെ 4ാമത്തെ ദേവാലയമാണ്. ആദ്യ ദേവാലയം 999 കോതമംഗലം രൂപതയില് കിഴക്കിന്റെ മാതൃദേവാലയം എന്നറിയപ്പെടുന്ന മൈലക്കൊമ്പിന് ശേഷം, നാഗപ്പുഴയ്ക്ക് ശേഷം 999 ആരക്കുഴയും നെടിയശാലയും ഒരേ വർഷം തുടങ്ങിയ ദേവാലയങ്ങളാണ്. പിന്നീട് കാലാന്തരത്തില് കാട്ടാനകളുടെ ശല്യം മൂലം ഈ ദേവാലയം 1700കളിൽ നശിപ്പിക്കപ്പെടുകയും ഇവിടെ നിന്ന് മാറികപ്പള്ളിയിലേക്ക് മാറുകയും ചെയ്തു. നെടിയശാല പള്ളി മാറിയ സ്ഥലമാണ് ഇപ്പോഴത്തെ മാറികപ്പള്ളി. പിന്നീട് ദേവാലയം ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരികയും 1922 2ാമത്തെ വലിയ ദേവാലയം പണിതു. ഇപ്പോഴത്തേത് 3ാമത്തെ ദേവാലയമാണ്. ഈ ദേവാലയത്തില് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തില് 8 നോമ്പാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ ഭക്തജനങ്ങൾ ധാരാളമായി ഇങ്ങോട്ട് കടന്നു വരാറുണ്ട്. ഈ ദേവാലയത്തിലെ ഒരു പ്രധാന നേർച്ച അത് പിടിയാണ്. നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന പ്രാർത്ഥനയ്ക്ക് നെടിയാലമ്മ ഉത്തരം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പിടിനേർച്ച ഇവിടെ വരുന്നത്. ഒരു നവവധു പിടിയുണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തൊരു നവവധുവിനോട് ഭർത്തൃമാതാവ് പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് പിടിയുണ്ടാക്കണമെന്ന് കാർക്കശ്യത്തോടെ പറഞ്ഞു. കർക്കശക്കാരിയായ ഭർത്തൃമാതാവിൽ നിന്ന്, ശകാരത്തിൽ നിന്ന് രക്ഷ നേടാന് നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അരിപ്പൊടി വെള്ളത്തിലേക്കിട്ടപ്പോൾ പിടിയായിട്ട് വന്നു എന്നുള്ള ഒരു പാരമ്പര്യം ഇവിടെയുണ്ട്. ഏത് വർഷമാണിത് നടന്നത് എന്നുള്ള ചരിത്രപരമായ രേഖകളൊന്നുമില്ല എങ്കിലും പിടിനേർച്ചയും നെടിയാലമ്മേ പിടിയായി വരണമേ എന്നുള്ള പ്രാർത്ഥനയും അതുപോലെ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും ആദരത്തിലുമുള്ള പ്രാർത്ഥനയാണ്. ഇത് പിടിനേർച്ചയുടെ ഒരു പ്രധാന സവിശേഷത ഇടവകജനം ഒരുമിച്ച് ചേർന്ന് പിടിയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ 2 നേരം, ഉച്ചയ്ക്ക് 10 മണിയുടെ കുർബാനയ്ക്ക് ശേഷവും വൈകുന്നേരത്തെ ആഘോഷപൂർവമായ കുർബാനയ്ക്ക് ശേഷവും ഭക്തജനങ്ങൾക്ക് പിടി നേർച്ചയായിട്ട് നൽകാറുണ്ട്. വാർഡ് അടിസ്ഥാനത്തിൽ ഇടവക ജനങ്ങൾ ഒന്നു ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജലം അത്യുത കിണറിലെ ജലമാണ്. 1941 കൊടും വരൾച്ചയുടെ സമയത്ത് ഇന്നത്തെ പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ലൂക്കാച്ചന് ഉണ്ടായ ഒരു ദിവ്യ ദർശനത്തില് പള്ളിയുടെ കുരിശിരുന്ന സ്ഥാനത്ത് ഒരു ഉറവയുണ്ടാകുമെന്ന് കുർബാന മധ്യേ തോന്നി. അദ്ദേഹം കുർബാന ഇടയ്ക്ക് വെച്ച് നിർത്തി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചപ്പോൾ കണ്ടെത്തിയ ഉറവയാണ് പിന്നീട് കിണറായിട്ട് മാറിയത്. ഇതൊരിക്കലും, ഈ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. അനേകരെ ഇവിടെ നിന്ന് വെള്ളം ഉപയോഗിച്ച് അത്ഭുത സൗഖ്യം നേടിയതിന്റെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതിയൊക്കെ 250ഓളം കിലോയ്ക്കുള്ള പിടിയാണ് ഇവിടെ ജനം ഒന്നു ചേർന്നുണ്ടാക്കുന്നത്. ഈ ഇടവകയിലെ ജനത്തിന്റെ ഒരുമയുടെയും ഐക്യത്തിന്റെയും എല്ലാറ്റിലുപരി മാതാവിനോടുള്ള വലിയ
മാധ്യസ്ഥതയുടെയും ഒക്കെ സാക്ഷ്യമായിട്ട് ഈ പിടിനേർച്ചയെ അതുപോലെ ഉണ്ടാക്കുന്നതിനെല്ലാം ജനസമൂഹം നോക്കി കാണാറുണ്ട്. മറ്റൊരു പ്രധാന സവിശേഷത മാതാവിന്റെ ഗ്രോട്ടോയാണ്. ബഹുമാനപ്പെട്ട ഓലിയപ്പുറം ജോർജ് സീനിയർ അച്ഛൻ ഇവിടെ വികാരിയായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് ഗ്രോട്ടോയെ. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പും വൈകുന്നേരം അധ്വാനത്തിന് ശേഷം തിരിച്ചു പോകുന്നതിന് മുമ്പും ഇവിടെ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരായ അനേകര് ഇവിടെയുണ്ട്. ഇവിടുത്തെ മാതാവ് അറിയപ്പെടുന്നത് നെടിയാലമ്മ എന്ന പേരിലാണ്. നെടിയാലമ്മയുടെ ഒറ്റത്തടിയിൽ തീർത്ത ഒരു രൂപം, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രൂപമാണ്. രൂപത്തിന്റെ മുമ്പില് പ്രാർത്ഥിക്കുന്ന അനേകര് അമ്മയിലൂടെ സൗഖ്യം ലഭിച്ചതിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു വരാറുണ്ട്. 1922 മുതൽ 67 വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അൾത്താര ഉൾപ്പെട്ടെന്ന ഒരു ചാപ്പല് ദേവസഹായം പിള്ളയുടെ ഭാരതത്തിലെ അൽമായർക്ക് പരിശുദ്ധ ലയോ മാർപ്പാപ്പ മാതൃകയും മധ്യസ്ഥനുമായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയുടെ നാമത്തിലുള്ളതാണ് ദേവസഹായം പിള്ള ചാപ്പല്. അവിടെ അനേകര് വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് വരുന്ന സ്ഥലമാണ് ദേവസഹായം പിള്ള ചാപ്പല്. ഈ പള്ളിയുടെ 1025 വർഷത്തിന്റെ സ്മാരകമായിട്ട് മഡോണ ക്രിസ്റ്റി എന്ന പേരില് തിയത്തായുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അമ്മയുടെ സഹായവും നിറഞ്ഞു തുളുമ്പുന്ന ഒരിടമാണ് ഈ നെടിയശാല പള്ളി. നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന പ്രാർത്ഥന ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഹൃദയത്തിലും അതരത്തിലും എന്നുമുണ്ട്. സാധാരണ ഇവിടെ മാസത്തിലെ ആദ്യ ശനിയാഴ്ച 9 മണിക്ക് കൊന്തയും തുടർന്ന് വിശുദ്ധ കുർബാനയും നൊവേനയും പിടിനേർച്ചയും ഉണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും 9 മണിക്ക് നൊവേനയും അതുപോലെ തന്നെ കുർബാനയും ഉണ്ട്. കിണറിൽ നിന്ന് ജലം ശേഖരിക്കുന്നതിനായി ദൈവമാതാവിൽ നിന്നുള്ള ആ തീർത്ഥജലം മാലാഖിയിലൂടെ കടന്നു വരുന്നതിന്റെ പ്രതീകമായിട്ട് മാലാഖിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അനേകര് ഇവിടെ വന്ന് ജലം ഇങ്ങനെ ശേഖരിച്ച് മാതാവിന്റെ തീർത്ഥജലം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.